ആലുവയിൽ ഒഴിയാത്ത ഒന്നാണ് ഗതാഗത കുരുക്ക്. പല പല ഘട്ടങ്ങളായി പല രീതിയിൽ അതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും പൂർണ്ണമായ ഒരു പ്രതിവിധിയിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത വട്ടം സാർ അധികാരത്തിലെത്തുമ്പോൾ അതിന് ഏത് വിധത്തിലുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക? ആലുവയിൽ ഗതാഗത കുരുക്കുന്ന ഒരു സത്യമാണ്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. കാരണം രണ്ട് രീതിയിലെ ഗതാഗതം. ഒന്ന് ആലുവ ടൗണിലെ ഗതാഗത കുരുക്ക്, ഒന്ന് നാഷണൽ ഹൈവേയിലെ ഗതാഗത കുരുക്ക്. ഈ നാഷണൽ ഹൈവേ ഗതാഗതക്കും ടൗണിലേക്ക് ബാധിക്കും. പുളിഞ്ചോട് മുതൽ പറവൂർക്കോല വരെയാണ് ഈ ഗതാഗത കുരുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇത് ആലുവക്കാർക്ക് മാത്രമല്ല, ഈ നാഷണൽ ഹൈവേ എയർപോർട്ടിലേക്ക് പോകുന്ന എല്ലാവർക്കും, നാഷണൽ ആരൊക്കെ പോകുന്നു അവർക്കൊക്കെ ഗതാഗതക്ക് അവിടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം ഞാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തി. ഇപ്പം നാഷണൽ ഹൈവേയിലെ കുരുക്ക് മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ ഒരുമിച്ച് ഞങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. അതേ കൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. അദ്ദേഹം അത് നോക്കാമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. ഇത് ശരിക്കും പറഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം. നാഷണൽ ഹൈവേയിലെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഒരു MLA MP മാത്രം വിചാരിച്ച് നടക്കില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ ആവശ്യം ഉന്നയിച്ചു. സംസ്ഥാന ഗവൺമെൻറ്, അപ്പം മുഖ്യമന്ത്രി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിളിച്ച വേറൊരു ജില്ലാ തലത്തിൽ അവലോകന യോഗത്തിലും അതിൽ മുഖ്യമന്ത്രി നേരിട്ട് കത്ത് മുഖേനയൊക്കെ ഞാൻ കൊടുത്തു. ഈ നാഷണൽ ഹൈവേയിലെ കുരുക്ക് മാറ്റാൻ, ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഇതുവരെ അതിന് ഇടപെടാനോ ഒരു കാര്യത്തിലേക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ. കാരണം ഒരു MLA MP വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഇനിഷ്യേറ്റീവ്, സംസ്ഥാന ഗവൺമെൻറ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്ലോക്ക് ഇങ്ങനെ ഇപ്പോഴും നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ ടൗണിൽ ബ്ലോക്കിൽ ഇതുപോലെ ഞാൻ ഗവൺമെൻറ് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി പലവട്ടം പറഞ്ഞ് ബഡ്ജറ്റിൽ എഴുതി കൊടുത്തു. ഇതൊക്കെ കിട്ടാതിന് പിന്നെ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യേണ്ട ഭാഗം ആലുവ മാർക്കറ്റ് റോഡുണ്ട്. ആ മാർക്കറ്റ് റോഡിൻ്റെ ഭാഗമാണ് ഒരു പ്രധാന ഗതാഗത കുരുക്കുള്ളത്. അവിടെ ആ റോഡ് വീതി കൂട്ടാൻ വേണ്ടി 10 കോടി രൂപ സർക്കാരിനോട് അനുവദിപ്പിച്ചു. ഇപ്പം അതിൻ്റെ പുതിയ അലൈൻമെൻ്റൊക്കെ ആയി വന്നേക്കാണ്. പക്ഷെ അലൈൻമെൻറ്റും ആയി വന്നപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 കോടി നിൽക്കില്ല. പക്ഷെ ഇനി ഗവൺമെൻറ് വരുമ്പോൾ പക്ഷെ അലൈൻമെൻറ്റും മറ്റേ ലാൻഡ് അക്വിസിഷൻ നടപടിയൊക്കെ പൂർത്തിയാക്കും. എത്രയാണ് കാശാണോ ആ കാശോട് അനുവദിപ്പിച്ച് ആ ആലുവ മാർക്കറ്റ് റോഡിലെ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ഇപ്പോഴായിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ജാഥ വന്നപ്പോൾ ഞാൻ ഈ വിഷയം അവിടെ അവതരിപ്പിച്ചു. ഈ ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഉന്നയിച്ചപ്പോൾ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം അവിടെ ആലുവക്കാർക്കൊരു ഉറപ്പ് നൽകി. 2 ഉറപ്പാണ് നൽകിയത്. ഒന്ന്, ഈ ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ കഴിഞ്ഞ സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് MLA പലവട്ടം ഇത് ആവശ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നടപടിയായിട്ടില്ല. അതിന് സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ആലുവക്കാർക്ക് ഉറപ്പ് UDF അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ആലുവയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുമെന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കണം. എനിക്കത് നല്ല വിശ്വാസമുണ്ട്. UDF സർക്കാർ വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അത് പരിഹാരം കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് ചോദിച്ചോട്ടെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഭരണശൈലി ആലുവയുടെ വികസനത്തെ ബാധിക്കുന്നുണ്ടോ? കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാരാണ്. ആദ്യത്തെ ഞാൻ MLA ആയി കഴിഞ്ഞപ്പോൾ 5 വർഷം UDF സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഒത്തിരി കാലം എനിക്ക് കൂട്ടാൻ സാധിച്ചു. അത് അന്ന് തുടക്ക MLA ആണ്. ആ തുടക്കക്കാരൻ എന്നതിൽ പരിചയപ്പെട്ട് വരണ്ടായുള്ളൂ. പക്ഷെ പിന്നീട് 5-10 വർഷക്കാലം സ്വാഭാവികമായിട്ടും LDF സർക്കാർ വന്നത്. പക്ഷെ ഒരു ഭരണകക്ഷി MLAക്ക് കിട്ടുന്ന ഫണ്ടുകളൊന്നും നമ്മുടെ കിട്ടില്ല. അത് സ്വാഭാവികം അങ്ങനെയാണ്. പക്ഷെ എന്നാൽ നമ്മളെ നിരന്തരമായി ഫോളോ അപ്പ് എടുത്ത് കുറേ ഫണ്ട് മേടിച്ചിട്ടുണ്ട്. ആലുവ മാർക്കറ്റ് ഇതുപോലെ ഞങ്ങൾ പല വിമർശനങ്ങൾക്കും കാരണമായത് ഞാനുൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അവിടെ മുനിസിപ്പാലിറ്റിയായിട്ട് ആലോചിച്ച് ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി. നല്ല ഹൈടെക് മാർക്കറ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അവിടെ അത് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി 50 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ പദ്ധതികൾ നമ്മൾ ഗവൺമെൻറ് നിരന്തരമായി നമുക്ക് സമ്മർദ്ദം ചെലുത്തി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആലുവ എയർപോർട്ട് സീപോർട്ട് റോഡ് അതും ഇപ്പോൾ 2ാം ഘട്ടം ഇപ്പോൾ പൈസ അനുവദിച്ച് അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായി. അതിൻ്റെ മറ്റുള്ള നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോയി. ഇനി 3ാം ഘട്ടത്തിന് പൈസ ആവശ്യമുണ്ട്. പലവണ്ണം ആവശ്യപ്പെട്ടു, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞു
എയർപോർട്ട് സീപോർട്ട് റോഡ് UDF അധികാരത്തിൽ വരുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കും. അതും എനിക്ക് അത് ആലുവയിലൂടെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. അതെ അതെ അതും യാഥാർത്ഥ്യമാക്കും. നേരത്തെ സംസാരിക്കുമ്പോൾ അമ്മ കിളിക്കൂട് പദ്ധതിയിൽ 25ാമത്തെ വീടിൻ്റെ ഒരു ശിലാസ്ഥാപനം നടത്തിയത് ശ്രീ മമ്മൂട്ടിയാണ്. അദ്ദേഹവുമായിട്ടുള്ള ആഴത്തിലുള്ള സൗഹൃദം, അദ്ദേഹവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, അതിനെ പറ്റി ഒന്ന് വിവരിക്കാം. മമ്മൂക്ക ആ ഒരു സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീടിന് കല്യാണമൊക്കെ വന്നത്. മമ്മൂക്കയായിട്ട് നല്ല സൗഹൃദമാണ്, ഇടയ്ക്ക് കാണാറുണ്ട്. രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? ഇടയ്ക്ക് കാണുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. ചില രാഷ്ട്രീയമൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പോൾ പൊതുവെ രാഷ്ട്രീയങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കണ്ടത് ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരുമിച്ച് സിനിമ ആ സിനിമയുടെ ലൊക്കേഷൻ സിയാൽ കൺവെൻഷൻ സെൻ്റർ. ഇപ്പം ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ. അതുപോലെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി. അപ്പോൾ അത് നല്ലൊരു സൗഹൃദം അങ്ങനെ. പിന്നെ ആലുവയിലെ സംബന്ധിച്ചിടത്തോളം ആലുവയിൽ ഒത്തിരി സിനിമ ആർട്ടിസ്റ്റുകളുണ്ട്. ആലുവ സിനിമയുടെ ഒത്തിരി ആളുകളാണ്. ഞാൻ പറയാ, ഇപ്പോൾ ആലുവ ദിലീപുണ്ട്, നിവിൻ പോളിയുണ്ട്, ഷറഫുണ്ട്, കിച്ചു ഉണ്ട്, പിന്നെ അൽഫോൺസ് പുത്രനുണ്ട്, പിന്നെ ജൂഡ് ആൻ്റണി ഉണ്ട്, അങ്ങനെ പിന്നെ NF വർഗീസ് ഉണ്ടായിരുന്നു, മരണപ്പെട്ടു. അദ്ദേഹം ആലുവക്കാരനായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട്, ആലുവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരി. പിന്നെ പള്ളാശ്ശേരി, അങ്ങനെ സിനിമ, ആലുവ പാലസ്, ആലുവ ഗസ്റ്റ് ഹൗസ് തന്നെ നടന്നത് ആലുവ പാലസിലാണ്. ആലുവ ഗസ്റ്റ് ഹൗസ് ഷൂട്ടിങ്ങും, അതുകൂടാതെ തന്നെ അവിടെ നിന്ന് നല്ല കവിതകളൊക്കെ എഴുതിയിരുന്ന കവികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈ പുതുതലമുറയിലെ സിനിമാ താരങ്ങളുണ്ടല്ലോ, ശ്രീ നിവിൻ പോളി, ഷറഫുദ്ദീൻ, ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് തുടങ്ങി? ഇവർ നമ്മൾ നാട്ടുകാരല്ലേ, നാട്ടിൽ നല്ല സൗഹൃദമാണ്, അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്, നല്ല ബന്ധം കീപ്പ് ചെയ്ത് പോകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ആലുവ പാലത്തിൽ, ആലുവ പാലമായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള പാലം ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷറഫുദ്ദീനെ വിളിച്ച സമയത്ത് ആ പാലം ഇപ്പോൾ ആക്ച്വലി ക്ലോസ്ഡ് ആണ്, അവിടുത്തെ നിവാസികളുടെ ചില അഭ്യർത്ഥന പോലെ. അപ്പോൾ അന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അത് ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷറഫുദ്ദീൻ പറഞ്ഞു, നമ്മുടെ ആളാണ് MLA, അപ്പോൾ അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതന്നെ, ഷറഫ് എൻ്റെ നാട്ടിൽ തന്നെ താമസിക്കുന്നതാണ്, തൊട്ടടുത്താണ്, മിടുക്കനാണ്. അപ്പോൾ ഷറഫ് അന്ന് എന്നെ ശ്രദ്ധപ്പെടുത്തി. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞാണ് അവിടെ സൗകര്യം ഒരുക്കി കൊടുത്തത്. ഞാൻ അത്യാവശ്യം കലാകാരന്മാരായിട്ട് നല്ല ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. ഞാൻ സത്യം ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ട്, 3 കാര്യങ്ങൾ എൻ്റെ ആഗ്രഹമുണ്ടായത്. ഒന്നൊരു പോലീസ് ഓഫീസർ ആവാന്നത്, ഒന്നൊരു കലാകാരനാവുന്നു, ഒന്നൊരു രാഷ്ട്രീയപ്പെടുത്തണം. സിനിമ നടൻ, ഒരു കലാകാരനാവാൻ, സിനിമാ നടൻ, ഒരു കലാകാരനാവാം എന്നാണ് എൻ്റെ 3 ആഗ്രഹം എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മനസ്സിലുണ്ടായത്. അതിനകത്ത് ഇപ്പോൾ ദൈവാനുഗ്രഹം, ജനങ്ങളുടെ പിന്തുണ കൊണ്ട് ഞാൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനവും ജനപ്രതിയായി ഇപ്പോൾ 3ാം വട്ടം MLA നിൽക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതി എന്ന നിലയിൽ പോലീസുമായിട്ട് നല്ല സൗഹൃദവും ഇണക്കവും പിണക്കവും ഉണ്ടാവാറുണ്ട്. കലാകാരന്മാരെ എന്ന് അവരായിട്ട് കലാകാരന്മാരായിട്ട് നല്ല സൗഹൃദവും സുഹൃത്തുക്കളായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. അപ്പം 3 ആഗ്രഹത്തിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പോണത്. ബാക്കി 2നും നല്ല സൗഹൃദമായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാരായിട്ട്, കല എന്ന് വെച്ചാൽ വലിയൊരു ദൈവാനുഗ്രഹമുള്ള, അപ്പോൾ ഏത് ആർട്ടിസ്റ്റുകളായാലും ആരായാലും എന്ത് കാര്യത്തിന് വിളിക്കുമ്പോൾ, സിനിമയുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ വിളിക്കുമ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സപ്പോർട്ടും ഈ പറഞ്ഞ കലാകാരന്മാർക്കും ഒക്കെ എല്ലാ പിന്തുണയും സഹായം ചെയ്യുന്ന ഒരാളാണ്.